സാർ നമസ്കാരം. നമസ്കാരം. ആഹ് ഇപ്പോഴത്തെ ഈ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തെ ചൊല്ലി ഉണ്ടായിരിക്കുന്ന തർക്കത്തില് സി ദിവാകരൻ എന്ന CPIയുടെ നട്ടെല്ലുള്ള നേതാവ് ചില അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തെക്കുറിച്ച് ചർച്ചയില്ലെന്നും അത് CPIക്ക് അവകാശപ്പെട്ടതല്ല, അത് കൊടുക്കാൻ സാധ്യമല്ല എന്ന പിണറായി വിജയന്റെ പ്രസ്താവനയോട് പ്രതികരിച്ചുകൊണ്ട് സാർ പറഞ്ഞൊരു കാര്യമുണ്ട്, അത് തീരുമാനിക്കാൻ പിണറായി ആരാ എന്നുള്ളത്. വാസ്തവത്തിൽ എന്തായിരുന്നു സാറിന് അങ്ങനെ പറയാനുള്ള ഒരു പ്രചോദനം? കാരണം LDFന് ഒരു രണ്ടാമത്തെ ഘടകകക്ഷി ഉം. തീർച്ചയായും. എന്റെ പാർട്ടി ഒരു ആവശ്യം പറഞ്ഞു. ആ ആവശ്യം പാടെ നിഷേധിക്കണമെങ്കിൽ ഞങ്ങൾ പറഞ്ഞത് പാർട്ടിയുടെ അഭിപ്രായമാണ്. അതെ. അപ്പൊ അത് പിണറായി വിജയൻ അല്ല മറുപടി പറയേണ്ടത്, CPM ആണ്. അതെ. CPMന് ശക്തമായ നേതൃത്വമുണ്ട്, നേതാക്കന്മാരുണ്ട്, പാർട്ടിയുണ്ട്, കമ്മിറ്റിയുണ്ട്, സെക്രട്ടേറിയറ്റ് ഉണ്ട്. അവര് ആരെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവും ഞങ്ങൾക്ക്. ഇത് പാർട്ടിയിൽ അവർ ചർച്ച ചെയ്തില്ല. ഞങ്ങൾ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു. ഒരു മാറ്റം ജനങ്ങൾ വല്ലാതെ ആഗ്രഹിക്കുകയാണ്. ഈ LDFന്റെ മുഖം തന്നെ ഒരു മാറ്റം വേണം. ഇന്നത്തെ LDFന്റെ മുഖം കൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയില്ല. അത് എല്ലാവരും അംഗീകരിക്കുന്നതാണ്, LDFന് എല്ലാവരും. ഇപ്പൊ സാർ പറഞ്ഞത് ഇപ്പൊ ഒരു സംഘടനാ സംവിധാനത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു മറുപടി പറയാതെ ഏകപക്ഷീയമായി അങ്ങനെ പറയാൻ പിണറായി വിജയന് യാതൊരു തരത്തിലും അധികാരമില്ല എന്നുള്ളത് സാർ വെട്ടിത്തുറന്ന് പറയുകയാണ് ചെയ്തത്. അല്ല, അധികാരമില്ല. അദ്ദേഹം അത് പറയാൻ പാടില്ലായിരുന്നു. അദ്ദേഹത്തിനെ പോലെ ഒരു പാർട്ടി നയിച്ച, ഒരു കേരളം ഒരു സ്റ്റേറ്റിനെ നയിച്ച, ഒരുപാട് അനുഭവങ്ങളുള്ള ഒരാള് ഘടകകക്ഷിയിലെ ഒരു പാർട്ടി, സാധാരണ പാർട്ടി അല്ല ഞങ്ങള്. തീർച്ചയായും. CPMന് മുമ്പുണ്ട പാർട്ടിയാണ് CPI. CPI ആണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അല്ല, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ CPI കഴിഞ്ഞിട്ടാണല്ലോ പിന്നെ CPMലേക്ക് പറയാം. അത്രേ ഉള്ളൂ. വലിയേട്ടൻ മനോഭാവം എന്നൊക്കെ പത്രക്കാര് പറഞ്ഞതാ. ഇപ്പോഴും വലിയേട്ടൻ ഞങ്ങളാ. സാർ ഇതുപോലെ തന്നെ വളരെ നിർണായകമായ കാര്യങ്ങൾ തന്നെ സാർ പലപ്പോഴും നിർണായകമായ സന്ദർഭത്തിൽ വെട്ടിത്തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു സാറിന്റെ പുസ്തകമായ കനൽ വഴികളിലൂടെ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഒരു ജഡ്ജിയെയും ഒരു വനിതയെയും ഉപയോഗിച്ചുകൊണ്ട് 10-15 കോടി രൂപ മുടക്കി കണാഗുണ റിപ്പോർട്ട് എഴുതി വെച്ചു എന്നുള്ളത്. അപ്പൊ ഇത്തരം കണാഗുണ പരിപാടികൾക്ക് CPIയെ കിട്ടില്ല, CPIയിൽ അത് തുടർന്ന് എതിർക്കാൻ പറ്റിയ നേതാക്കളുണ്ട് എന്ന് തന്നെയല്ലേ ഞങ്ങളെല്ലാവരും അതിലൂടെ മനസ്സിലാക്കിയത്? അത് തന്നെയല്ലേ സി ദിവാകരൻ എന്ന നേതാവ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അല്ല, സി ദിവാകരൻ എന്ന നേതാവല്ല, ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു അഭിപ്രായമാണ് അവരോട് പറഞ്ഞത്. അതെ. അതെ. അതൊരു പാർട്ടി അഭിപ്രായമാണ്. അപ്പോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു അഭിപ്രായത്തെ ഏതെങ്കിലും വ്യക്തി കയറി മറുപടി പറയുന്നത് നല്ല ശീലമല്ല. അതെ. CPM പറയട്ടെ, അവര് കമ്മിറ്റി കൂടട്ടെ, അവർ സെക്രട്ടേറിയറ്റ് കൂടട്ടെ, അവരുടെ ഫോറത്തിൽ ചർച്ച ചെയ്യട്ടെ. ചർച്ച ചെയ്തിട്ട് അവർ പറയാണ് ഞങ്ങൾ ഇത് ചർച്ച ചെയ്തു, ഇതിന്റെ സാധ്യത എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. പക്ഷെ ഇത് ഓൺ ദ വേ, ഓണ വഴിക്ക് ഇങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞ് ഇട്ടിട്ട് പോകാൻ അങ്ങനെയുള്ളൊരു പാർട്ടിയാണോ CPI? സാറേ, ഇപ്പൊ ഇതിലൂടെ ഇപ്പൊ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഞങ്ങൾ മാധ്യമപ്രവർത്തകർ എന്ന രീതിയിൽ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ സസൂക്ഷ്മം വീക്ഷിക്കുന്ന ആളുകൾ എന്ന രീതിയിൽ ഇതുകൊണ്ട് മുന്നണി സംവിധാനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിള്ളലുണ്ടാകാനുള്ള സാധ്യത ഒരു മുതിർന്ന നേതാവ് എന്ന രീതിയിൽ സാറ് നോക്കിക്കാണുന്നുണ്ടോ? എന്തെങ്കിലും വിള്ളലുണ്ടെങ്കിൽ ആ വിള്ളലെല്ലാം ഒഴിവാക്കാനുള്ള രാഷ്ട്രീയ ബോധമുള്ളവരാണ് CPI. ഈ LDF എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ കുത്തകയല്ല. അതിനകത്ത് CPIക്ക് വലിയ പങ്കുണ്ട്. PK വാസുദേവൻ നായരുടെ മുഖ്യമന്ത്രി സ്ഥാനം LDFന് വേണ്ടി ബലിയർപ്പിച്ചതാണ് CPI. ആ രാഷ്ട്രീയ പശ്ചാത്തലം ഇപ്പോഴും ഉണ്ട്. അല്ല, ഇടതുപക്ഷ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിന്റെ പ്രസക്തിയും പ്രാധാന്യം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. കേരളത്തിൽ ഇടതുപക്ഷം ഇല്ല എന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ രാഷ്ട്രീയം വളരെ ശുഷ്കിച്ച രീതിയിലേക്ക് പോകും എന്നുള്ള യാതൊരു തർക്കമില്ല. പക്ഷേ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ഇടതുപക്ഷത്തിന്റെ ചില രീതികൾ മാറണം എന്ന് തന്നെയാണ് എനിക്കിപ്പോൾ സാർ ഉൾപ്പെടെയുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെ, ഞാൻ പറയുന്നുണ്ടല്ലോ, CPI ഇല്ലാത്ത ഒരു LDF ഉണ്ടോ? CPI ഇല്ലാത്തൊരു LDF കേരളത്തിലുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. ഒന്നാമൻ സാധ്യതയില്ല. ഞങ്ങളില്ലെങ്കിൽ LDF ഇല്ല. LDFന്റെ കുത്തകാവകാശം ഒന്നും ഞങ്ങൾക്കില്ല. പക്ഷെ ഞങ്ങൾ നിർണായകമായ ഒരു ശക്തിയാണ് LDF. അപ്പൊ അങ്ങനെയുള്ള ഞങ്ങള് ഏറ്റവും ന്യായമായ ഒരു കാര്യം, ഒരു ആവശ്യം ഉന്നയിച്ചോ, അതൊരു മഹാപാപമായി പോയി. അങ്ങനെ ചെയ്യുന്നതല്ല. LDFനെ തകർക്കാനാണ് ഞങ്ങൾക്ക് പണ്ട് കോൺഗ്രസുമായിട്ട് കൂട്ടുകെട്ടുണ്ടാക്കിയെന്നൊക്കെ
ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്. ഇപ്പോ ഒരുപാട് വക്താക്കളുണ്ട്. അവര് പറഞ്ഞവര് തന്നെ കോൺഗ്രസിന്റെ അല്ല സാറേ, കൂടെയാണ്. ഇപ്പൊ ഈ സാഹചര്യങ്ങൾക്കനുസരിച്ച് രൂപീകൃതമാകുന്ന ചില നയങ്ങൾ രാഷ്ട്രീയത്തിന്റെ ഒരു ഭാഗം കൂടിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഇന്നിപ്പോൾ ഇടതുപക്ഷത്തിന് ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സംഭവിച്ചിട്ടുള്ള ഈ അപജയത്തിൽ നിന്നും മുന്നോട്ട് പോകേണ്ടതിന്റെ കൃത്യമായ ദിശാസൂചിക അതിൽ സാറിന്റെ ഈ സംസാരത്തിൽ ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ തീർച്ചയായും കൃത്യമായ വ്യക്തമായൊരു ദിശാബോധത്തോടു കൂടി ഇനി ഇടതുപക്ഷത്തെ നയിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇടതുപക്ഷത്തിന് ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല എന്നൊരു സന്ദേശം കൂടി അതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. അത് ശരിയാ. ഇടതുപക്ഷത്തെ നയിക്കാൻ ഇടതുപക്ഷത്തിലെ പ്രസ്ഥാനവും ജനങ്ങളുണ്ടാവും. ജനങ്ങളാണ് ഏറ്റവും പ്രധാനം. ജനങ്ങളാണ് പ്രസ്ഥാനത്തിന്റെ നട്ടല്. സാർ, ഈ നിലവിലുള്ള നേതൃത്വം ഇതുപോലെ ഇടതുപക്ഷത്തെ നയിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ തിരിച്ച് ഇടതുപക്ഷം വരാനുള്ള ഒരു സാധ്യതയെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇടതുപക്ഷം തിരിച്ചു വരും. നേതാക്കന്മാര് അങ്ങനെ നിൽക്കാൻ പറ്റില്ല. നേതാക്കന്മാര് തെറിച്ചു പോകും, ഇടതുപക്ഷം മുന്നോട്ട് വരും. അത്രേ ഉള്ളൂ. സാർ, കഴിഞ്ഞ ദിവസം ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് ഞാൻ നിർത്താം. കഴിഞ്ഞ ദിവസം ശ്രീ ബിനോയ് വിശ്വം ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ബഹുമാന്യനായ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളുമായി ബന്ധപ്പെട്ട ചില കേസിലാണ് അദ്ദേഹം ഒരു അഭിപ്രായം തുറന്നു പറഞ്ഞത്. രാഷ്ട്രീയം വേറെ, ബിസിനസ് വേറെ. ഇതിൽ CPIനെ സംബന്ധിച്ചിടത്തോളം CPIക്ക് വലിയ യാതൊരു തരത്തിലുള്ള സാധ്യതയില്ല, CPI അത്തരം കാര്യങ്ങളൊന്നും ഇടപെടുന്നില്ല എന്ന് അദ്ദേഹം വെട്ടിത്തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു CPIയുടെ മുതിർന്ന നേതാവെന്ന രീതിയിൽ, CPIയുടെ സ്തുത്യർഹമായ ഒരു മന്ത്രിസ്ഥാനം വഹിച്ചൊരു ആളെന്ന രീതിയിൽ ദിവാരൻ സാർ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? ഇല്ല, അത് ബിനോയ് പറഞ്ഞതാണ് അതിന്റെ കറക്റ്റായിട്ടുള്ള ശരിയായ ഒരു നിലപാട്. രാഷ്ട്രീയത്തിൽ കൊണ്ട് ബിസിനസ് ഒന്നും കണക്ട് ചെയ്യേണ്ട കാര്യമില്ല. അത് രാഷ്ട്രീയമായിട്ട് പോയാൽ മതി. അതിനകത്ത് രാഷ്ട്രീയത്തിന്റെ കഴിവുകളെല്ലാം ഉപയോഗിച്ച് ആരെങ്കിലും പണം ഉണ്ടാക്കണമെന്ന് ശരിയല്ല. സാറേ, ഈ ഇടതുപക്ഷത്തിന്റെ ഇത്രയും വലിയ ദയനീയമായ ഒരു പരാജയത്തെ ഒരു തലമുതിർന്ന ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനെന്ന് നോക്കിക്കാണുമ്പോൾ എങ്ങനെയാണ് സാർ ഇനി ഇതിന്റെ ഒരു വശത്തെക്കുറിച്ച്, തിരിച്ചു വരാനുള്ള സാധ്യതയെക്കുറിച്ച് സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഞാനിതിന്റെ റിസൾട്ട് എല്ലാം വന്നപ്പോ ആക്ച്വലി ഐ വാസ് ഷോക്ക്ഡ്. എന്റെ ദീർഘകാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ എനിക്കുണ്ടായ ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഈ പരാജയം, തിരിച്ചടി. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ എപ്പോഴും തിരിച്ചടികളും മുന്നോട്ട് പോക്കും ഉണ്ടാവും. ആ ശുഭപ്രതീക്ഷയാണ് എനിക്കിപ്പോഴും ഉള്ളത്. ഇന്നത്തെ ഈ ബാലാരിഷ്ടതയെല്ലാം കഴിഞ്ഞ് കൂടുതൽ ശക്തിയായി ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഇടതുപക്ഷ പ്രസ്ഥാനം, ഒരു ജനകീയ മുഖമുള്ള, ജനങ്ങളുമായി ഇഴകിച്ചേരുന്ന, ജനങ്ങളിൽ നിന്ന് അകന്നു പോകാൻ പറ്റില്ല, ജനങ്ങളുടെ മുന്നണിയാണ് ഇടതുപക്ഷ മുന്നണി. അല്ലാതെ ചില നേതാക്കന്മാരുടെ മുന്നണി അല്ല ഇത്. യഥാർത്ഥ പാവപ്പെട്ട ആളുകളുടെ മുന്നണിയാണ്. അതുകൊണ്ട് അതിന് സാധ്യതയുണ്ട്, അത് നിലനിൽക്കും. ഒരു വലിയ മുന്നേറ്റമായിരിക്കും ചിലപ്പോൾ വരാൻ പോകുന്നത്. ഓക്കെ സാർ, വളരെ വളരെ സന്തോഷം. ഇങ്ങനെയൊന്ന് സഹകരിച്ചതിൽ വളരെ സന്തോഷം. ഓക്കെ, താങ്ക് യു.